ഒരിക്കലൊരു അമ്മയെ അണക്കരയിൽ അവരുടെ മകനെ കൊണ്ടുവന്നു. ഈ മകനാണെങ്കിൽ ഭയങ്കര കുടിയനായിരുന്നു. കുടിച്ച് ഇവന് വണ്ടി ഓടിച്ച് ഒരു വണ്ടി അപകടമുണ്ടായി. കാലൊടിഞ്ഞു. അവൻ്റെ കാലൊടിഞ്ഞിട്ട് കാലിൻ്റെ അസ്ഥികൾ പൊടിഞ്ഞു. ഭയങ്കര വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അങ്ങനെ 2 ഇഞ്ചിൻ്റെ നീളത്തിൽ 2 ഇഞ്ച് നീളത്തിൽ അസ്ഥിയില്ല. പ്രസലോഷ് പൊടിഞ്ഞു പോയി. അപ്പോൾ പിന്നെ കമ്പി ഇട്ടിട്ട് ഡോക്ടർമാർ പറഞ്ഞു തന്നെ ഇത് വളർന്ന് അസ്ഥി വളർന്ന് കൂടിച്ചേർന്നു പ്രസലോഷ്. അപ്പം അങ്ങനെ കമ്പിയിട്ട് ഇവനെ വീട്ടിൽ കിടത്തി. 1 വർഷത്തോളം ഇവൻ കിടന്നു. എന്നിട്ട് അവസാനം ഡോക്ടർ പറഞ്ഞു നമുക്ക് പരിശോധിക്കാം. 1 വർഷം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഈ അസ്ഥി വളർന്നിട്ടില്ല. പ്രസലോഷ് ഈ അസ്ഥി ഈ 2 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് അവിടെയുണ്ട്, അത് വളർന്നിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഇവൻ്റെ മറ്റേ കാലിൽ നിന്ന് ഒരു അസ്ഥി എടുത്തിട്ട് ഇങ്ങോട്ട് ചേർത്ത് വെച്ച് നമുക്ക് ഒരു ഓപ്പറേഷൻ നടത്തിയേക്കാം. തീരുമാനമെടുത്തു. ഇവന് ഒട്ടും ദൈവവിശ്വാസമില്ലാത്ത പ്രസലോഷ്. ഇവൻ്റെ അപ്പനാണെങ്കിൽ ഭയങ്കര കുട്ടിയനും പ്രശ്നക്കാരൻ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷെ ഇവൻ്റെ അമ്മ വലിയൊരു ഭക്തയാണ്. അമ്മ മിക്കവാറും എല്ലാ ശനിയാഴ്ചയും അണക്കര വരും. ഞങ്ങളുടെ നാട്ടിലുള്ളൊരു കുടുംബമാണ്. അപ്പം അമ്മ ഇവനോട് പറഞ്ഞു, മോനേടാ എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, നീ അമ്മ പറയുന്നത് കേട്ട് ഒരാഴ്ച നീ ധ്യാനിക്കാനായിട്ട് പോകണം പ്രസലോഷ്. അപ്പോൾ അമ്മ പറഞ്ഞു കേട്ട് അത് സമ്മതിക്കില്ല. അമ്മയൊന്ന് വാവിട്ട് കരച്ചിലോട് അവസാനം പറഞ്ഞു ശരി, അമ്മയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവൻ ധ്യാനിക്കാൻ വന്നു. ധ്യാനത്തിൽ വന്നിട്ട് അവൻ നന്നായിട്ട് കുമ്പസാരിച്ചു. നല്ല കുമ്പസാരം നടത്തി, പശ്ചാത്താപത്തിൽ നല്ല കുമ്പസാരം നടത്തി ശരിക്കും പ്രാർത്ഥിച്ചു. പുറകിലിങ്ങനെ 3-4 കസേരകൾ ഇങ്ങനെ ചേർത്തിട്ടിട്ട് ഒരു കാലിങ്ങനെ പൊക്കി വെച്ചാണ് അവൻ ധ്യാനം മുഴുവൻ കൂടുന്നത്. അപ്പം തീരുമാനം എടുത്തിരിക്കുന്നത് ധ്യാനം കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ, എന്ന് വെച്ചാൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ച 2-3 ദിവസം കഴിയുമ്പോഴാണ് ഓപ്പറേഷൻ്റെ ഡേറ്റ് എല്ലാം വെച്ച്. അതിൻ്റെ തലയാഴ്ചയാണ് എക്സ്റേ എല്ലാം എടുത്തപ്പോഴാണ് ഈ സംഭവം കണ്ടത്. അപ്പം പിറ്റേ ആഴ്ചയാണ് ഇവർ ധ്യാനിക്കാൻ വരുന്നത്. അതിൻ്റെ പിറ്റേ ആഴ്ച കാല് ഓപ്പറേഷൻ ചെയ്യണം. ധ്യാനത്തിൽ ശരിക്കും പങ്കെടുത്തു. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. അമ്മയെ ധ്യാനത്തിൽ വെച്ച് കുഞ്ഞിൻ്റെ അമ്മ, ഈ മകൻ്റെ അമ്മ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. വിശ്വാസത്തോടെ ആര് പ്രാർത്ഥിച്ചാലും അവിടെ അത്ഭുതം ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. നന്നായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ധ്യാനത്തിൻ്റെ സമയത്ത് പിന്നെ ഇങ്ങനെ ഇരിക്കുക. ധ്യാനം കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ അവനെ എടുത്തുകൊണ്ട് കാലയ്ക്ക് നിർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ വണ്ടി കയറ്റി ഇരുത്തിക്കൊണ്ട് ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് അവരെ പിറ്റേ ആഴ്ച ഈ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ഡേറ്റ് പിറ്റേ ദിവസം അവിടെ ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ ഓപ്പറേഷൻ ചെയ്തേക്കാം എന്ന് വെച്ചുകൊണ്ട് പോയി എക്സ്റേ എടുത്തു. ഓപ്പറേഷൻ തൊട്ട് മുമ്പ് എക്സ്റേ എടുക്കുമ്പോൾ ഉണ്ടല്ലോ പ്രിയപ്പെട്ട മക്കളെ, ഈ ധ്യാനത്തിൻ്റെ 5 ദിവസങ്ങൾ കൊണ്ട് പ്രസലോഷ് ഈ 2 ഇഞ്ച് നീളത്തിൻ്റെ അസ്ഥികൾ വളർന്ന് കൂടി ചേർന്ന് ഇരിക്കുന്നതായിട്ട് ഡോക്ടർമാർ കണ്ടു. പ്രസലോഷ് ദൈവത്തിന് അസാധ്യമായി ഒന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. പരിശുദ്ധമായ അഭിഷേകം വേണോ? ദൈവത്തോട് ചോദിക്കു തരും. അതുകൊണ്ടല്ലേ ബൈബിളിൽ യാക്കോബ് ലേഖനത്തിൽ പറയേ, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവിടുന്ന് അത് സൗജന്യമായിട്ട് നൽകും. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. യാക്കോബ് 1:4-5 വചനം പറയാം, നിങ്ങൾ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട്. അപ്പം എന്തെല്ലാം കുറവുണ്ട്, ആ കുറവ് മാറ്റാനായിട്ട് ആളുകളുടെ പുറകെ പോകരുത്, ലോകത്തിൻ്റെ പുറകെ പോകരുത്. ദൈവത്തെ വിളിക്കും വിശ്വാസത്തോടെ. വിശ്വാസത്തോടെ വിളിച്ചാൽ എല്ലാം നേടിയെടുക്കാൻ പറ്റും. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പഠിക്കുന്ന വചനമാണ് ഹെബ്രായ 11-ാം അധ്യായം മുഴുവൻ. വിശ്വാസത്തിലൂടെ മുഴുവൻ നേടിയെടുക്കാൻ പറ്റും. വിശ്വസിച്ചാൽ എന്തും കിട്ടുന്നു. പക്ഷെ ദൈവത്തെ ദൈവം എന്നൊരാളുണ്ട്. ആ ദൈവം സത്യമാണ്, അവൻ്റെ വചനം സത്യമാണ്, അവന് ഉറച്ച വിശ്വാസം. അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ശക്തി നമുക്കറിയാൻ പറ്റും. ഇന്ന് മനുഷ്യർക്ക് പറ്റിയ പ്രശ്നം, മനുഷ്യൻ ലോകത്തെ ആശ്രയിക്കുന്നു, ലോക ബന്ധങ്ങളെ ആശ്രയിക്കുന്നു, പ്രശ്നം തീരാൻ വേണ്ടി അവൻ്റെ ഇവൻ്റെ അവളുടെ എല്ലാം പുറകെ പോകുന്നു, പണത്തിൻ്റെ പിന്നാലെ പോകുന്നു, പാപത്തിൻ്റെ വഴിയെ പോകുന്നു, തകർന്നു പോകുന്നു. അതിൻ്റെ കാരണം എന്താ അറിയാമോ? അവന് പ്രശ്നം തീർക്കാൻ വേണ്ടി ആരെ സ്നേഹം തേടിച്ചാൽ കുട്ടികൾ ചില ആളുകളുടെ അടുക്കൽ പോകും, പ്രേമം തേടിപ്പോകും, എല്ലാത്തിനും പോകുന്നത് അവൻ്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി പോകുന്ന. ഇവിടെ ഒരു കുറവുണ്ട്, ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി പോകുക. പക്ഷെ അവിടെയൊക്കെ പോയിട്ട് വരുമ്പോൾ എന്ത് കിട്ടും? അവസാനം ചതിക്കപ്പെടും, ദുരുപയോഗിക്കപ്പെടും, അപമാനിക്കപ്പെടും, തകർക്കപ്പെടും, ജീവിതം മുഴുവൻ തീർക്കപ്പെടും. കാരണം ലോകത്തുള്ളവർക്കാർക്കും നമുക്ക് തരാൻ നമ്മൾ ആഗ്രഹിക്കുന്ന സമാധാനമോ സ്നേഹമോ സന്തോഷമോ സൗഖ്യമോ ഒന്നും തരാൻ പറ്റിയ
ചെയ്യില്ല. അവരൊക്കെ നമ്മളെ കുറേ നാൾ ഉപയോഗിക്കും, കുറേ നാൾ തിന്നും, അതിനുശേഷം നമ്മളെ തുപ്പിക്കളയും. അതാണ് ഉണ്ടാകാൻ പോകുന്ന അനുഭവം. പക്ഷേ നമ്മുടെ ദൈവമായ കർത്താവ്, സ്നേഹം തന്നെയായ ദൈവം, കുരിശിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച കർത്താവ്, ജീവിക്കുന്നവനായ കർത്താവ് നമ്മളെ വീണ്ടെടുക്കും. അവനെ വിശ്വസിച്ചാൽ മതി, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഒരിക്കൽ ധ്യാനിപ്പിക്കാനായിട്ട് ഞങ്ങൾ ഒരിടത്ത് പോകും. കുറച്ച് നാൾക്ക് മുമ്പാണ്. പോകുന്ന വഴിക്ക് വെച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എൻ്റെ കൂടെ നിങ്ങൾ ഭക്ഷണം കഴിച്ചു, ഞാൻ ഇറങ്ങുന്നില്ല, ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു. പ്രസലോഷ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. ഹോട്ടലിൽ പെട്ടെന്ന് അതിൻ്റെ ഒരു ഹോട്ടലിൻ്റെ മാനേജറായ ആൾ ഇവരെ പെട്ടെന്ന് മനസ്സിലായി, ചാടി എഴുന്നേറ്റു. ഓടി വന്നിട്ട് പുള്ളിക്ക് മനസ്സിലായി ഞാനുണ്ടെന്ന് മനസ്സിലായി. ഓടി എൻ്റെ അടുത്ത് വന്നു. പ്രസലോഷ് അച്ഛൻ എന്നെ അറിയുമോ? ഞാൻ പറഞ്ഞു അറിയില്ല. യേശുവേ നന്ദി. എന്നെ പറഞ്ഞു അച്ഛാ ഞാനാണ് ഇന്നയാൾ. ഞാൻ പറഞ്ഞു സംഭവം വലിയൊരു സംഭവം. ഒരു ഡിസംബർ മാസം അവിടെ ധ്യാനം നടക്കുക. ഈ ധ്യാനം നടക്കുമ്പോൾ ഒരു സോറിയാസിസ് ബാധിച്ചു. ശരീരം കുഷ്ഠം പോലെ, തല മുതൽ ഉള്ളംകാലം വരുന്ന പറയാം ഈ സോറിയാസിസ് അതിൻ്റെ മാക്സിമത്തിൽ കൂടിയൊരു വ്യക്തിയാണ് അദ്ദേഹം. ഇയാൾ പറയാണ് അപ്പോൾ ആളുകൾ എന്നെ കണ്ട് അറപ്പോടെ നോക്കുന്നു. അപ്പോൾ അത് ആളുകൾ എന്നെ കാണാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഈ ഡ്രസ്സ് ഫുൾ കൈയിടും, കൈപ്പത്തി പോലെ ഇങ്ങനെ മൂടിയിടും. അപ്പോൾ അന്ന് ഈ തണുപ്പും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ സ്വെറ്റർ, ഈ തണുപ്പിൻ്റെ ഉള്ള വസ്ത്രം അതെൻ്റെ ദേഹത്ത് ഇട്ടിരുന്നു, മൂട്ടിലിട്ടു. വൈകിട്ടത്തെ ആരാധന നടക്കണം. നല്ല തണുപ്പുള്ള സമയം, ശക്തമായ ആരാധന. പറഞ്ഞു ഒരു നിമിഷം അച്ഛാ ഞാൻ കരയായിരുന്നു. കാരണം വർഷങ്ങളായിട്ട് എൻ്റെ കരച്ചിലാണ്. മരുന്നിന് പോയി, ഇത് സൗഖ്യപ്പെടാൻ വേണ്ടി പോകാത്ത വഴികളില്ല, ഡോക്ടർമാരില്ല, എല്ലാം ചെയ്തു, ഒരു ഫലവും ഇല്ല. കുറച്ച് ദിവസം മാറി നിൽക്കും, വീണ്ടും വരും. അതിങ്ങനെ ഒരിക്കൽ പോലും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഇങ്ങനെ നിൽക്കുകയാണ് വർഷങ്ങളായിട്ട്. അദ്ദേഹത്തെ കണ്ടിരിക്കുന്നതിന് 50-50 വയസ്സ് പ്രായമുള്ള മനുഷ്യനാണ്. ഇദ്ദേഹം പറയുകയാണ് അച്ഛാ ഞാൻ കണ്ണീരോടെ ധ്യാനത്തിൻ്റെ ആരംഭം പോലെ പ്രാർത്ഥിക്കുക. എൻ്റെ മനസ്സിലുണ്ട് ശരി അദ്ദേഹത്തിന് അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം എന്താ? ദൈവം എന്നൊരാളുണ്ട്, അവിടുത്തെ വിശ്വസിക്കുക. അബ്രഹാം വിശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അത്ഭുതം ഉണ്ടാവുള്ളൂ. വിശ്വാസം കുറയുമ്പോഴാ അത്ഭുതം കുറയുന്നത്. വിശ്വാസം കുറയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ഉണ്ടാകുകയില്ല. വിശ്വാസം എന്ന വലിയ ഘടകമാണ്. ദൈവത്തിന്റെ ശക്തിയെ ദൈവം വെളിപ്പെടുത്തുന്നത് വിശ്വാസികളിലൂടെയാണ്. ദൈവത്തിന്റെ കരം ഭൂമിയിൽ വെളിപ്പെടുന്നത് ദൈവത്തെ വിശ്വസിക്കുന്നവരിലൂടെയാണ്. ദൈവത്തെ വിശ്വസിക്കാത്തവരിലൂടെ അല്ലെന്ന് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. അത് പറയാണ് ഈ ധ്യാനത്തിനിടയ്ക്കുള്ള ആരാധന സമയത്ത് അച്ഛ ഒരു തീ വന്ന് അഗ്നി വന്ന് എൻ്റെ തല വീണു. ദേഹത്തോട് കയറിപ്പോയ പോലെ ശരീരം ഭയങ്കരമായിട്ടൊക്കെ ചൂടായി. അത് പിന്നെ ശുശ്രൂഷകരെ പറയുന്നത് ഞങ്ങളെന്ന് പറയും ഈ മനുഷ്യൻ എന്ത് ചെയ്തു നിലത്തോട്ട് കിടന്ന് ഉരുണ്ടിട്ട് ഈ വസ്ത്രം മുഴുവൻ വലിച്ചൂരിക്കളയുക, അങ്ങ് പൊള്ളു കിടന്നു. അപ്പം തന്നെ ശുശ്രൂഷകർ ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് പുറത്തുകൊണ്ട് നിൽക്കത്തിലാണ്. കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് ഈ പാമ്പിൻ്റെ പടം പൊളിഞ്ഞു പോകുന്നത് പോലെ ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് സോറിയാസിസ് രോഗം പരിപൂർണമായിട്ടും വിട്ടുപോയി. പ്രസലോഷ് പൈശാചിക ബന്ധനം മൊത്തം വിട്ടു. ഹല്ലേലൂയ. എന്നിട്ട് ഇദ്ദേഹം പറയാണ് എന്നിട്ട് എന്നെ കാണിക്കുക. ഞാൻ എൻ്റെ വണ്ടിക്കകത്തിരിക്കുക. എൻ്റെ വണ്ടി എടുത്തു എന്ന് ഇദ്ദേഹം ഒന്നും പറയാം. അച്ഛൻ നോക്കിയാ അച്ഛാ എൻ്റെ ശരീരത്തിൽ ഒരു പൊടി ശരിയാ, നമ്മുടെ കൈകൾ പോലെ തന്നെ നമ്മുടെ കാലുകൾ പോലെ തന്നെ ശരീരം മുഖം പോലെ തന്നെ രോഗത്തിൻ്റെ ഒരു പൊടി പോലും ഇല്ല. ഒരു 1-2 വർഷം കഴിച്ചാൽ ഒരിക്കൽ പോലും അന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ കർത്താവ്. അതേ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കർത്താവായ യേശുവിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ഇന്ന് ആർക്കെങ്കിലും അഭിഷേകങ്ങൾ അനുഭവങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം അവർ വിശ്വാസത്തിൻ്റെ പവർ കൊണ്ടാണ്, വിശ്വാസത്തിലൂടെയാണ് എല്ലാം നേടിയെടുക്കുന്നത്. പരിശുദ്ധ അമ്മ വചനത്തെ മാംസം ധരിപ്പിച്ചത് വിശ്വാസമുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഫലമോ. ദൈവം എന്നൊരാളുണ്ട്, അദൃശ്യനായ ദൈവമുണ്ട്, യേശു കർത്താവാണെന്ന് ഏറ്റുപറയണം. അത് സംശയമില്ലാതെ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോഴോ അത്ഭുതം കാണാൻ പറ്റും. സാധാരണ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യും. ഒരുപാട് പേർ ഇങ്ങനെ അത്ഭുതം ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഭയങ്കര മിറക്കിൾസ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ അച്ഛന്മാരിങ്ങനെ എല്ലാവരും അവരിങ്ങനെ നോക്കിക്കൊണ്ടിപ്പുണ്ട്, ചിലങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിപ്പുണ്ട്. അപ്പം എല്ലാം കഴിയുമ്പോൾ ഒരു അച്ഛൻ എൻ്റെ അടുത്ത് എനിക്കച്ചാ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. പാവനാശൻ എന്താണോ അച്ഛന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അച്ഛന് സംശയമില്ലല്ലേ പ്രസലോ ഇവർ സൗഖ്യപ്പെടും? ഞാൻ പറയാം എനിക്കില്ല പ്രസലോ, എനിക്കില്ല. അച്ഛന് സംശയമില്ലേ പ്രസലോ? യേശുവേ നന്ദി. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അച്ഛന് നോട്ടമില്ലേ? ഞാൻ നോട്ടമില്ല. കാരണം അത് നോക്കേണ്ട കാര്യമില്ല.
കാരണം ഞാൻ ഏറ്റു പറയുന്നത് യേശുവിനെയാണ്. അവൻ ജീവിക്കുന്ന ദൈവമാണ്, അവൻ ജീവിക്കുന്ന സത്യമാണ്. ദൈവത്തിൻ്റെ ശക്തിയോ ദൈവത്തിൻ്റെ രക്ഷാകൃതി, ദൈവം ലോകത്തെ രക്ഷിച്ചത് ദൈവത്തിൽ വിശ്വസിച്ച പരിശുദ്ധ അമ്മയിലൂടെയോ, ദൈവത്തെ സംശയിക്കാത്ത. അതുകൊണ്ടാണ് വിശുദ്ധ എലിസബത്ത് പരിശുദ്ധ അമ്മയുടെ മുഖത്ത് നോക്കി പറയുകയെ ലുക്ക 1:45-44-45 ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അമ്മ വിശ്വസിക്കുക, അമ്മയുടെ വിശ്വാസമാണ്. വചനം മാംസം ധരിക്കോ. എങ്ങനെ നടക്കുന്നു? ലോകത്തിൽ പറയും നിന്റെ ഉദരത്തിൽ കുഞ്ഞ്, അതായത് മാലാഖ പറയാ, മാലാഖ വന്ന് പറയാം നിന്റെ ഉദരത്തിൽ കുഞ്ഞ് ജനിക്കാൻ പോവാ, അവൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, എല്ലാം പറയുകയാണ്. അവൻ സംഭവിക്കും. അപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷൻ അറിയുന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ വസിക്കും. അങ്ങനെ ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകും. ദൈവമാണ് പറഞ്ഞെങ്കിൽ അങ്ങനെ ഉണ്ടാകും. അല്ല ലോകം നമ്മുടെ ചേർന്ന് അങ്ങനെയൊന്നും ഉണ്ടാകുകയുള്ളൂ. നീ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുള്ളൂ. നീ അതാണ് അവിശ്വാസി. വിശ്വാസി ആരാ? ദൈവം എന്നൊരാളുണ്ട്, അവിടത്തേക്ക് പ്രവർത്തിക്കാൻ എന്തിനും പറ്റും. വേദ നിയമത്തിൻ്റെ മുമ്പിലും പ്രകൃതി നിയമത്തിൻ്റെ മുമ്പിലോ ലോകത്തിൻ്റെ നിയമത്തിന് മുമ്പിലോ മുകളിലോ ഒക്കെ പ്രവർത്തിക്കും. പക്ഷേ അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ഭൂമിയിൽ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകണം. ദൈവത്തിൻ്റെ മഹത്വ കാലഘട്ടങ്ങളിൽ വെളിപ്പെട്ടതെല്ലാം ചിന്തിച്ചു നോക്കിയോ, അവർക്കൊന്നും ദൈവത്തെക്കുറിച്ച് സംശയമില്ല. പ്രസിലോഷ് അവർക്ക് വചനത്തെക്കുറിച്ച് രണ്ട് തരത്തിലൊരു വചനം പറയുകയല്ല. പ്രസിലോഷ് അവർ ആളും തരവും നോക്കിയല്ല സുവിശേഷം പ്രസംഗിക്കുന്നത്. ആരെയും നോക്കത്തില്ല അവർ ദൈവത്തെ മാത്രമാണ്. വിശ്വാസിക്ക് ആരെയും നോക്കേണ്ട കാര്യമില്ല. ശരിയെന്നുള്ളത് അതിന് ഉള്ളിൽ വ്യക്തമായിട്ടുണ്ട്. പരിശുദ്ധ കുർബാനയിലോട്ട് നോക്കുമ്പോൾ അത് ഈശോയാണെന്ന് അവർക്ക് ക്ലാസ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവർക്കറിയാം, വിശ്വാസത്തിലൂടെ അവർ കണ്ടുമുട്ടിയതാണത്. സഭ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണ്. കൂടുതൽ ക്ലാസ് കൊടുക്കേണ്ട കാര്യമില്ല. അവനത് വിശ്വസിച്ച് കഴിഞ്ഞതാണ്. പ്രസലോഡ് യേശുവിലൂടെ മാത്രമാണ് ലോകം രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഒരു ഫെയ്ത്ത് ഉണ്ടെങ്കിലേ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. അത്ഭുതങ്ങൾ കാണാൻ പറ്റുള്ളൂ, അടയാളങ്ങൾ കാണാൻ പറ്റുള്ളൂ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. എനിക്കറിയാവുന്നൊരു കൊച്ചുകുട്ടി, അവൻ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കൊച്ചാണ്. എനിക്ക് ആ വീട്ടുകാരെല്ലാം അറിയാവുന്ന. അവനൊരു 5 വയസ്സോട് പറയാം, 1ാം ക്ലാസ് കയറി, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ അവന് നമ്മുടെ ഒരു ദിവ്യകാരുണ്യ ഈശോയുടെ ചെറിയ ചിത്രമുണ്ട്, ഈ ഫ്ലാഷി ലാമിനേഷൻ്റെ. അവനിത് വലിയ ഇഷ്ടമാണ്. അവനിടച്ചിങ്ങനെ മുമ്പ് നോക്കും, പ്രസംഗം പഠിച്ചുകൊടുക്കും. നല്ല പഠിക്കുന്ന വലിയ കുഴപ്പമില്ല, വലിയ പഠിത്തമില്ല, ആവറേജ് പഠിത്തമുള്ള വെച്ച. സംഭവിച്ചതാണ്, ഇവൻ പറയാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയിരുന്നു, ചോദ്യം ഇതെല്ലാം വന്നപ്പോൾ എനിക്കെല്ലാം മറന്നുപോയി. കംപ്ലീറ്റ് മറന്നു, ബ്ലാങ്ക് ആയിപ്പോയി. അപ്പോൾ ഇവൻ ചെയ്ത പണി പതുക്കെ പോക്കറ്റിന്നേ ഈ ദിവ്യകാരണത്തിൻ്റെ പിക്ചറെടുത്തിട്ട് പിന്നെ നെറ്റിയിലോട്ട് വെച്ചിട്ട് കരയാൻ തുടങ്ങി. ഈശോയെ ഈശോയെ ഈശോ ഒറ്റ കരച്ച്. ഇവൻ തന്നെ പറഞ്ഞു, ഞാൻ കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഇവൻ പറയാ എനിക്ക് എല്ലാം ഓർമ്മ വന്നു. ഹല്ലേലൂയ. അവൻ പറഞ്ഞ പരീക്ഷ എഴുതി മുഴുവൻ മാർക്കുമായിട്ട് അവൻ വന്ന് കൈ എടുത്ത് കടത്താൻ നന്ദി പറഞ്ഞ മക്കളെ പോലെ. ശിശുക്കളുടെ വിശ്വാസം കണ്ടില്ല, ഫെയ്ത്താണ്. ആ ബ്ലെസ്സിങ്ങിൻ്റെ കാരണം ഫെയ്ത്താണ്. ദൈവം ആ കുഞ്ഞില് ഇടപെടാൻ കാരണം ആ കുഞ്ഞ് സംശയമില്ലാതെ ദൈവത്തെ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ഇത് പലർക്കും ദൈവമുണ്ടോ സംശയമോ? അതെ, ദൈവത്തെ അതാണ് സംശയിച്ച് കിട്ടത്തില്ല, അഭിഷേകം കിട്ടത്തില്ല. വിശ്വസിക്കുന്നവരിലൂടെയാ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അഭിഷേകം തൻ്റെ ആത്മാവിനെ മുഴുവൻ വെളിപ്പെടുത്തുന്നത്. പലപ്പോഴും ഞാൻ കാണാറുണ്ട് ഈ ദൈവത്തിൻ്റെ ഒരു വലിയ അനുഭവം അണക്കരയുണ്ടായ സംഭവമാണ്. അത് ശനിയാഴ്ച ഇങ്ങനെ ആളുകൾ തലേക്ക് വെച്ച് ഓടി പ്രാർത്ഥിച്ചു പോകും. ആയിരക്കണക്കിന് ആൾക്കാരാണ്. ഒരു അര സെക്കൻഡ് ഒരു സെക്കൻഡിൻ്റെ 10-11 ചിലപ്പോൾ ഒരാൾ തലേക്ക് വെക്കാൻ പറ്റും. കാരണം ഓട്ടത്തിലായിരിക്കും, തീരണ്ട ഇത്രയും ജനം 10-25,000 പേര് കാണുവേ. അപ്പോൾ ഒരു സാക്ഷ്യം വന്നെങ്കിൽ ഒരു അപ്പൻ്റെ എഴുതിക്കുക, അച്ഛാ വലിയ കർത്താവിൻ്റെ വലിയ അത്ഭുതം പൊളിച്ചു. ഈ അപ്പൻ്റെ മകളെ കെട്ടിച്ചു വിട്ടതാണ്. ചെന്നെടുത്ത് കെട്ടിയവനും ഭർത്താവും ഇവളും തമ്മിൽ പ്രശ്നമായി. അവൻ അവളെ ഇറക്കി വിട്ടു, ഡൈവോഴ്സിലേക്ക് പോകാൻ തീരുമാനമെടുത്തു. അവൾ വീട്ടിൽ വന്നിട്ട് കരച്ചിൽ. അപ്പനും അമ്മയും തകർന്നു. നല്ല വീട്ടിൽ പറഞ്ഞ് കെട്ടിച്ചയച്ചു വിട്ടതാ. അവിടെ ചെന്ന് മുഴുവൻ പ്രശ്നമായി. അവൻ ഇറക്കി വിട്ടു, ആകെ തകർന്ന് കണ്ണീരൊഴുക്കി കഴിയുക. അപ്പോഴാണ് അപ്പൻ തീരുമാനമെടുത്തു, ആദ്യ ശനിയാഴ്ച പോയിട്ട് അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പ്രശ്നം. അപ്പോൾ അവിടെ നിന്നിപ്പം ജനപ്പെരുപ്പം കാണും. അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും പറ്റുന്നില്ല. അപ്പോൾ അവസാനം അച്ഛനെ തലേക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പോൾ എൻ്റെ വിചാരം അച്ഛൻ വരുമ്പോൾ ഒന്ന് പറയണം എനിക്കൊന്ന് വസ്ത്രം.
പക്ഷേ അച്ഛനിങ്ങ് ഓടിപ്പോയി. അപ്പം എനിക്ക് സങ്കടമായി, മുഴുവൻ പറയാൻ പറ്റിയില്ല. പെട്ടെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിശ്വസിച്ചു. ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടിയല്ല കേട്ടോ, ഇത് കർത്താവ്. നമ്മൾ ഓരോ പുരോഹിതരും കർത്താവിൻ്റെ അഭിഷിക്തരാണ്. പ്രസ്തലോഷ് ഓരോരുത്തരും നമ്മുടെ വിശ്വാസക്കുറവുകൊണ്ടാണ് അവരിൽ നിന്നുള്ള കർത്താവിൻ്റെ കൃപ നമുക്ക് സ്വന്തമാക്കാൻ പറ്റാത്തത്. പ്രസ്തലോഷ് നമ്മുടെ വിശ്വാസക്കുറവുണ്ട്. സഭയിൽ ഓരോ അഭിഷിക്തനിലും കർത്താവ് തൻ്റെ കൃപകൾ എനിക്ക് നിറച്ചു നിൽക്കുന്ന പോലെ തന്നെയാണ് നിറച്ചു കൊടുത്തിരിക്കുന്നത്. അല്ല കൂട്ടിയും കുറച്ചൊന്നുമില്ല, ഒരുപോലെ. പൗരോഹിത്യമെല്ലാം ഒരേ അളവാണ്. പക്ഷേ അത് വാങ്ങി കുടിക്കുന്ന സ്വന്തമാക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, അച്ഛൻ ഒരു പെട്ടെന്നങ്ങ് പോയി. അപ്പം ഈ സങ്കടമായിപ്പോയി. പക്ഷെ അതേസമയം ഞാൻ വിശ്വസിച്ചു, അര സെക്കൻഡാളും കർത്താവ് അച്ഛൻ തൊട്ടല്ലോ. പ്രസ്തലോഷ് അത് മതി. ഞാൻ നന്ദി പറഞ്ഞ് എഴുന്നേറ്റ് പോയി. പ്രസ്തലോഷ് ആൾ പറയുകയാണ്, അച്ഛാ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായൊരു രസകരമായ അത്ഭുതം. പ്രസ്തലോഷ് ഈ വീട്ടിൽ ഈ നമ്മുടെ അണക്കരയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു സംഭവമുണ്ട്. ഈ മിഖായൽ മാലാഖയുടെ ഒരു ലാമിനേഷൻ്റെ ഒരു ഫോട്ടോ. അത് 4-5 അപ്പം നേരത്തെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ രണ്ടോ മൂന്നോ മുറിയിലോ കൊണ്ട് ഇതിങ്ങനെ ആണിയടിച്ച് വെച്ചിട്ടുണ്ട് മുറിയിൽ. പറയാണ്, വീട്ടിൽ ചെന്നപ്പം ഈ മിഖായൽ മാലാഖയുടെ രൂപം ഭിത്തിയെന്ന് താഴെ നിലത്ത് കിടപ്പുണ്ട്. പ്രസ്തലോഷ് അത് 3 എല്ലാം മുറിയിൽ താഴെ കിടപ്പുണ്ട്. അതെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, ഭാര്യ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു, ഇതെന്നെ പറ്റി? അപ്പോൾ എന്താ സംഭവിച്ചു? ഭാര്യയോട് ഇദ്ദേഹം ചോദിച്ചു, എന്തോ സംഭവിച്ചു? പറഞ്ഞു, ഇങ്ങനെ പെട്ടെന്ന് ഒരു സമയത്ത് അവിടുന്ന് ഇതെല്ലാം താഴെ പോയി. പ്രസ്തലോഷ് അപ്പോൾ എന്താ സംഭവിച്ചായിരിക്കും? അത്രേ ഉള്ളൂ, വല്ല കുലുക്കും വല്ലതും ഉണ്ടായതായിരിക്കും. ശ്രമത്തിൽ പറയും ഹല്ലേലൂയാ. അപ്പം ചോദിച്ചു, എപ്പോഴാണ് സംഭവിച്ചത്? പ്രസ്തലോഷ് അപ്പോൾ സംഭവിച്ചവരിങ്ങനെ ആലോചിച്ച്, ഭാര്യയും ഭർത്താവും കൂടെ ആലോചിച്ച് പറഞ്ഞു, അത് അച്ഛനാ പ്രാർത്ഥിച്ചുകൊണ്ട് പോയ ആ ഒരു അര സെക്കൻഡിലാണ് സംഭവിച്ചത്. പ്രസ്തലോഷ് അപ്പോൾ അവിടുന്ന് മനുഷ്യൻ ചോദിച്ചു, അപ്പോൾ എന്താ ഈ മിഖായൽ മാലാഖ എന്തിനാ അപ്പോൾ ഈ ഭിത്തിയും താഴെ വന്നു? പ്രസ്തലോഷ് ഭിത്തി ഉറച്ചിരിക്കണ്ടല്ലോ, പിന്നെ താഴെ വന്നത് ഒക്കെ പറഞ്ഞ് ഹല്ലേലൂയാ. സംഭവിച്ചാൽ അപ്പം പറഞ്ഞേ, അതെന്തെങ്കിലും അടയാളമാണ്, എന്തെങ്കിലും കാര്യമുണ്ട്. മിഖായൽ മാലാഖ മിക്കവാറും ഭിത്തിയെന്ന് ഇറങ്ങി വീട്ടിൽ കൂടെ നടക്കുന്നുണ്ടാകും. പ്രസ്തലോഷ് സർവ്വത്തിൽ ഹല്ലേലൂയാ. എന്തേലും സംഭവിച്ചു, നമുക്ക് കാര്യം ചെയ്യാം. എന്താ ചെയ്യാം? നാളെ നമുക്ക് ഇവളെയും കൂട്ടിക്കൊണ്ട് അവൻ്റെ വീട്ടിലോട്ട് ചെന്നിട്ട് പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാം, പറയാൻ നോക്കാം. അപ്പോഴത്തെ അവൾ പറഞ്ഞു, അച്ഛാ അപ്പോൾ പറ്റില്ല, അവൻ അത്ര പ്രശ്നത്തിലാണ്, ദൂത്രാണ്, ഒരു രക്ഷയിൽ അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അല്ല നമുക്ക് പോവാം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പറയുകയാണ്, അപ്പൻ ഈ മകളെയും കൂട്ടിക്കൊണ്ട് ചെല്ലുകയാണ്. പ്രശ്നമാണ് അങ്ങോട്ട് ചെല്ലുന്നപ്പോൾ കാണുന്നത് അവിടെ ഇരുത്തെ ആ വീട്ടിലെ അപ്പൻ, ഇവളുടെ ഭർത്താവിൻ്റെ അപ്പൻ വീട്ടിനകത്തുനിന്ന് ഇറങ്ങി പുറത്തോട്ട് ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് വന്ന് ഇവളെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പ്രസ്തലോഷ് ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുക. സർവ്വ ഹല്ലേലൂയ. ഇതെല്ലാം കൂട്ടി ഇവർ പറഞ്ഞ് വായിച്ച് വരുമ്പോൾ ഇവർ പറയുന്നുണ്ട്, ആ ഉച്ച കഴിഞ്ഞുള്ള സെക്കൻഡിൽ ഇവരെല്ലാം രണ്ട് കുടുംബം കൂടി ഉച്ച ഇങ്ങനെ ഈ അപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ഈ 2 കുടുംബത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചത്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ മക്കളെ. പറ, അത് അപ്പൻ്റെ വിശ്വാസമാണ്. അപ്പൻ്റെ വിശ്വാസത്തിലൂടെയാ കൃപ കിട്ടുന്നത്. വിശ്വസിക്കുന്നത് കിട്ടുവേ, വിശ്വാസമാണ്. വിശ്വസിച്ചാൽ അത്ഭുതം കിട്ടും. പരിശുദ്ധ അഭിഷേകം കിട്ടുമെന്ന് വിശ്വസിച്ചാൽ കിട്ടും. ഭാഷാപരം കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ കിട്ടും. അത് രോഗശാന്തി വരം കിട്ടും. അത് ദൈവിക ജ്ഞാനം കിട്ടണം, ഈശോയോട് ചോദിക്കും, കിട്ടും. അത് ഇതെല്ലാം ഉണ്ട് മക്കള്. ഇതെല്ലാം ഈ തിരുവോസ്തിയിൽ, നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തിൽ, ഇവിടെ യേശു ക്രിസ്തുവിൽ, തിരുവചനത്തിൽ ഇതെല്ലാം ഉണ്ട് മക്കളെ. പക്ഷേ അത് വിശ്വസിക്കണം. അതുണ്ടെന്ന് വിശ്വസിച്ച് തൊട്ടാലേ അത് കിട്ടുള്ളൂ.
കർത്താവിത നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്ന സമയം നമ്മുടെ ജീവിതങ്ങളെ മുഴുവനും ഈശോയുടെ കരങ്ങളിൽ ചേർത്ത് വെക്കുക. എല്ലാ പ്രശ്നങ്ങളും, കുടുംബത്തിലെ വേദനകൾ, മക്കളെ ഓർത്തുള്ള ആകുലതകൾ എല്ലാം പറഞ്ഞ് വർദ്ധിച്ച് മക്കളെല്ലാം പേര് പറഞ്ഞ് ഈശോയോട് സമർപ്പിച്ച് കുടുംബത്തിലെ കണ്ണീരോട് സമർപ്പിച്ച് സങ്കീർത്തനം 34:18 ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥൻ. ഉരുകിയ മനസ്സാ ദൈവത്തിന് സ്വീകാര്യമായ ബലി. തകർന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. രണ്ട് കരം ഉയർത്തി പഠിക്കട്ടെ. എല്ലാ പ്രശ്നങ്ങളും കൊടുത്തു, എല്ലാ ദുരിതങ്ങളും കൊടുത്തു, തകർച്ചകൾ, രോഗപ്രശ്നങ്ങൾക്ക് കൊടുത്തു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സൗഖ്യം കൊടുക്കുന്നവനായി, വിടുതൽ നൽകുന്നവനായ നമ്മുടെ കർത്താവിത നമ്മുടെ മുമ്പിൽ തിരുവോസ്തിയിലൂടെ വന്നിരിക്കുകയാണ്. ഒറ്റ വിളിച്ചോയേ